ഈ മനോഹരമായ സായം സന്ധ്യയിൽ ഇന്ത്യ കാതലിക് അസോസിയേഷൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ത്യ കാതലിക് അസോസിയേഷൻ്റെ 46ാമത്തെ പ്രവർത്തന ഉദ്ഘാടനവും ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തതായി ഇന്ത്യൻ കാതലിക് അസോസിയേഷൻ്റെ ഓത്ത് സെറമണിയും ഹാൻഡിങ് ഓവറുമാണ്. ഓത്ത് സെറമണിക്കും ഹാൻഡിങ് ഓവറിനും വേണ്ടി ആൻഡോ വർക്കിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 2024 വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ റോയ് ആൻ്റണി ആൻഡ് ടീം തന്നെയാണ് ഈ പ്രാവശ്യവും 2025 ബഹുമാനപ്പെട്ട ജനറൽ ബോഡിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് അവർ വീണ്ടും ഒരിക്കൽ കൂടി സ്ഥാനം ഏൽക്കുവാൻ പോവുകയാണ്. Of the India Catholic Association of America promises to honor and to protect the Constitution of the India Catholic Association of America and to carry out of my duties to the best of my abilities. So help me God. God bless the India Catholic Association of America. അടുത്തത് ഹാൻഡിങ് ഓവർ സെറിമണിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് 5 വർഷക്കാലം എക്സിക്യൂട്ടീവിലും 5 വർഷക്കാലം ബോർഡ് ഓഫ് ട്രസ്റ്റിയിലും വളരെ കാതലിക് അസോസിയേഷന്റെ നട്ടലായിട്ട് പ്രവർത്തിച്ച പോൾ ജോസിൽ നിന്നും ശ്രീ ലിജോ ജോൺ 2025 ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ ലിജോ ജോൺ ഏറ്റുവാങ്ങുന്നതാണ്. താങ്ക് യു. ഈ സംഘടന കഴിഞ്ഞ 1 വർഷമായിട്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ റോയ് ആൻ്റണി ആൻഡ് ടീമിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചുകൊണ്ടാണ് അവരെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ബോർഡ് ഓഫ് ട്രസ്റ്റീസും അവരെ പുതിയൊരു വർഷത്തിലേക്ക് വീണ്ടും ആഭാരം ഏൽപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഇന്നിവിടെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു. Can you see by the dawn's early light what so proudly we held
twilight's last gleaming o'er the land of the free and the home of the brave. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा जय हे जय 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 हे. അടുത്തതായിട്ട് പ്രയർ സോങ് ആണ്. അതിനായിട്ട് ബെറ്റ്സി ലൂയിസിനെ ക്ഷണിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തീരം മുങ്ങുമ്പോൾ തോണി തുഴഞ്ഞു വളരുമ്പോൾ മറ്റാരുമാരുമില്ലാശ്രയം നിന്മാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്ക പ്രസിഡന്റ് റോയി ആന്റണിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോയി ആലപ്പാട്ട് പിതാവ് ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. റവർ ഫാദർ സ്റ്റീഫൻ കണിപ്പള്ളി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ മിസ്റ്റർ ലിജോ ജോണിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ സെക്രട്ടറി തോമസ് പ്രകാശിനെ ക്ഷണിക്കുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ നമുക്കറിയാവുന്നതുപോലെ എല്ലാ വർഷവും നടത്തിവരുന്ന പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് പൂർണ്ണമായിട്ടും നമ്മളിത് വിനിയോഗിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ്. നമ്മുടെ കരുണയാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. രോഗികളായിട്ടുള്ളവരെയും ഭവനമില്ലാത്തവരെയും ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളെയും കണ്ടെത്തി അവരെ സഹായിക്കുന്നതിൽ എന്നും ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഒരുപടി മുൻപിലാണ്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് റോയ് ആന്റണി വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹം മൂലം നമുക്ക് ഇന്ന് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ജോയി പിതാവാണ്. പിതാവിനെ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാം ഹാർദമായി സ്വാഗതം ചെയ്യും. അടുത്ത സ്റ്റീഫൻ അച്ഛനാണ്. അച്ഛനെ വളരെയധികം സവിനയത്തോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഡോക്ടർ ആനിപ്പോൾ റോക്ക്ലാൻഡ് ലെജിസ്ലേറ്ററാണ്. വളരെ സ്നേഹത്തോടെ ആനിപ്പോളിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുതിയ BOT ചെയർമാൻ ലിജോ ജോണിനെ വളരെയധികം സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വളരെയധികം സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ ശ്രീ റോയി ആന്റണിയെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷത്തിൽ ഭിന്നമായിട്ട് നമുക്ക് ഈ വർഷം നമ്മുടെ പ്രിയ ജോയി പിതാവിനെ ഗസ്റ്റായിട്ട് കിട്ടിയത് തന്നെയാണ്. കാത്തലിക് അസോസിയേഷൻ്റെ പ്രസക്തി ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റുള്ള ഈ കാത്തലിക് അസോസിയേഷനിൽ പ്രധാനമായിട്ടും സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ രൂപതകളിൽപ്പെട്ട നമ്മുടെ അംഗങ്ങളുടെ ഒരു സംയുക്ത കൂട്ടായ്മയാണ്. ഇതൊരു അംബർല ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒന്നിച്ചു ചേരുവാനും ഒന്നിച്ച് കാണുവാനും പഴയ ബന്ധങ്ങൾ പുതുക്കുവാനുമുള്ള ഒരു വേദിയായിട്ട് ഈ കാത്തലിക് അസോസിയേഷൻ്റെ ഈ കൂട്ടായ്മയെ ഞാൻ കാണുന്നു. അപ്പോൾ മറ്റൊരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ
ഈ 3 രീതിയിൽപ്പെട്ട കത്തോലിക്കരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കാത്തലിക് അസോസിയേഷൻ ഇപ്പോഴും പ്രസക്തമാണെന്ന് ഒന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ കുറേ കാലമായിട്ട് കാത്തലിക് അസോസിയേഷൻ നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതാണ്ട് 10 വർഷത്തിലധികം കാലമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലാണ് പ്രധാനമായിട്ടും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ചിറമേലച്ചൻ്റെ ഹങ്കർ ഹണ്ട് എന്ന ചാരിറ്റി പ്രസ്ഥാനത്തിൻ്റെ അമേരിക്കൻ അംബാസിഡറാണ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ. അപ്പോൾ അത് ശ്രീ ലിജോ, ഇപ്പോൾ നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ ലിജോ പ്രസിഡൻ്റ് ആയിരുന്ന കാലം മുതലാണ് നമുക്ക് അങ്ങനെയുള്ളൊരു അസുലഭമായ ഭാഗ്യം ലഭിച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 6-7 വർഷമായിട്ട് നമ്മൾ ആ പ്രസ്ഥാനത്തെ ശക്തമായിട്ട് പിന്തുണയ്ക്കുകയും സഹായിക്കുകയും വളരെ നല്ലൊരു തുക എല്ലാ വർഷവും അവർക്ക് സഹായം എത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ലോങ് ഐലൻഡിലുള്ള എക്കോ എന്ന സംഘടനയോട് ചേർന്ന് നമ്മൾ ഏതാണ്ട് $18,000 നമ്മൾ ചിറമേലച്ചൻ്റെ ഹങ്കർ ഹണ്ട് പ്രസ്ഥാനത്തിന് നമ്മൾ നൽകി. നമ്മുടെ സേവനം നമ്മൾ തുടരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് പുനലൂരുള്ള വിളക്കുടി എന്ന ഗ്രാമത്തിൽ വളരെ നിർധനരും തെരുവിൽ കിടക്കുന്നവരുമായ സ്ത്രീകളെയും കുട്ടികളെയും മാത്രം സംരക്ഷിക്കുന്ന ശ്രീമതി സിസ്റ്റർ റോസിലിൻ്റെ നേതൃത്വത്തിലുള്ള സ്നേഹതീരം എന്ന ആതുര ശാലയിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 2 ലക്ഷം രൂപയാണ് അവർക്ക് സംഭാവനയായി നൽകിയത്. അതോടൊപ്പം തന്നെ കോട്ടയത്തുള്ള നിങ്ങൾക്ക് വളരെയധികം പ്രശസ്തമായ ഒരു സാമൂഹ്യ സേവകനും ക്രൈസ്തവ വിശ്വാസിയുമായ PU തോമസ് ചേട്ടൻ്റെ നവജീവൻ ട്രസ്റ്റിന് നമ്മൾ 1 ലക്ഷം രൂപയും, അതോടൊപ്പം തന്നെ പൊൻകുന്നം കങ്ങഴയിലുള്ള ആകാശപ്പറവുകൾ എന്ന് പറയുന്ന നിർധനരും തെരുവിൽ കഴിയുന്നവരുമായ സാധുക്കളായ ഒരു പറ്റം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയ്ക്ക് നമ്മൾ 1 ലക്ഷം രൂപയും നമ്മൾ ഇത് കൂടാതെ നൽകുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം ഏതാണ്ട് നമ്മൾ $25,000 വിവിധ സംഘടനകൾക്ക് നമ്മൾ ചാരിറ്റിയായിട്ട് നമുക്ക് നൽകാൻ സാധിച്ചു. അതിൻ്റെ എല്ലാം വലിയ ക്രെഡിറ്റ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങൾ ചെയ്ത സഹായം, നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത്രയും വലിയൊരു തുകകൾ സംഭാവന ചെയ്യുന്നതിന് നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളെ സഹായിച്ചു. നിങ്ങളുടെ ആ സഹകരണം തുടർന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മെയ് മാസത്തിൽ നടക്കുന്ന ഈസ്റ്റർ ആഘോഷത്തിൽ വെച്ച് ഞങ്ങൾ പുതിയ ചാരിറ്റി കിക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഇന്നിവിടെ നിർവഹിക്കും. അങ്ങനെയുള്ള ഈ ചാരിറ്റിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ അസോസിയേഷനെ നിങ്ങൾ വളരെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Roy Anthony, for the presidential address and also for reminding us about the charity works. ജോയ് പിതാവിനെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ പറയാനിരുന്ന കാര്യമെല്ലാം ലൈസി നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും പറയാനില്ല. പക്ഷേ ഓൾസോ ഹി ഹാസ് പബ്ലിഷ്ഡ് മ്യൂസിക്കൽ ആൽബംസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതീവ സ്നേഹത്തോടെ, വളരെയേറെ ബഹുമാനത്തോടെ, അതിലേറെ ആദരവോടെ പിതാവിനെ 2 വാക്ക് പറയുവാനും നമ്മളെ ബ്ലസ് ചെയ്യാനും ക്ഷണിക്കുന്നു. ഈ നല്ല സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. 1994 മുതൽ ഞാൻ അമേരിക്കയിൽ വന്ന ആ കാലം മുതൽ ഈ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ വളരെ അകലെ നിന്നും അടുത്തു നിന്നും വീക്ഷിച്ച് ഇതിനെക്കുറിച്ച് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമ്മുടെ അച്ഛന്മാരുടെ കൂട്ടത്തിൽ ഈ അസോസിയേഷനെ കുറിച്ച് അറിയാവുന്ന പഴയ ഒരാൾ ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പലരെയും ഇന്ന് കാണുന്നില്ല, ചിലരൊക്കെ മൺമറഞ്ഞു പോയി.
പിന്നെ പലരും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ നമ്മളിൽ നിന്ന് അകന്ന് കഴിയുകയാണ്. എന്നാലും പുതിയ മുഖങ്ങൾ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വരുന്ന ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു ആരാധനാ സംവിധാനങ്ങൾ സ്വന്തമായിട്ട് ഇല്ലാതിരുന്ന ആ കാലഘട്ടമായിരുന്നത് കൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുർബാന കാണുവാനുള്ള, ഒരു മലയാളം കുർബാന കാണുവാനായിട്ടുള്ള ഒരു ആഗ്രഹത്താൽ പ്രേരിതരായിട്ടാണ് നിങ്ങൾ ഈ അസോസിയേഷൻ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ നിങ്ങൾ രൂപം കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായ പള്ളികളും നമ്മുടേതായ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ വളർച്ചയിൽ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ നമുക്കൊരു കൂട്ടായ്മ, കാത്തലിക് കൂട്ടായ്മ നമുക്കിവിടെ ആവശ്യമാണ്. അവിടെയാണ് ഞാൻ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസക്തി ഞാൻ കാണുന്നത്. നമ്മൾ ഒരു സാർവത്രിക സഭയുടെ അംഗമാണ്. മാർപ്പാപ്പയുടെ കീഴിൽ നമ്മളെല്ലാവരും ഒന്നാണ്. വിവിധങ്ങളായ ചർച്ചുകളായിട്ട് നമ്മൾ ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വി ആർ പാർട്ട് ഓഫ് വൺ ബിഗ് ഫാമിലി എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നിങ്ങളൊക്കെ ഓരോരോ വിവിധ ഫാമിലികളാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. വിവിധ ഫാമിലികളിൽ ജനിച്ചു വളർന്ന് ആ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ, ഒരു ഇടവകയിൽ ഒരുമിച്ച് വരുമ്പോൾ നമ്മളൊരു വൺ ഫാമിലി ആകുന്നു. അങ്ങനെ പല ഇടവകൾ കൂടി വരുമ്പോൾ ഒരു രൂപതയാകുന്നു. അങ്ങനെ പല രൂപതകൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരു സാർവത്രിക സഭയുടെ ഭാഗമായി തീരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യ കാത്തലിക് അസോസിയേഷന് ഇനി എന്താണ് പ്രസക്തി എന്ന് ചിന്തിക്കുന്ന ചിലർ ഉണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാർഷികം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചിലർ നെറ്റി ഒളിക്കും, ഇനി എന്ത് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ. പക്ഷെ അവരോട് ഞാൻ പറയുന്നത് ഇപ്രകാരമാണ്: യു ആർ പാർട്ട് ഓഫ് എ ബിഗർ ഫാമിലി. Don't think that you are member of only a Syro Malabar Church or you are member of a Malankara Church. ഒരു മലങ്കര ചർച്ചിൻ്റെയോ ഒരു മലബാർ ചർച്ചിൻ്റെയോ ഭാഗം മാത്രമല്ല നിങ്ങൾ. നിങ്ങൾ ഒരു സാർവത്രിക സഭയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് you have a responsibility to go and attend in the India Catholic Association. If you love your traditions, if you are part of your faith, you have to be part of this India Catholic Association. അവിടെയാണ് നമുക്ക് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. സോ ഐ അപ്രീഷിയേറ്റ് that you have come and joined this India Catholic Association meeting today. നിങ്ങൾ അതിലേക്ക് വന്ന് ഇത്രയും സഹകരണം ഇതിന് കാഴ്ചവെക്കുകയും ഇതിനകത്ത് ഒരുപിടി കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും എൻ്റെയും സിറോ മലബാർ സഭയുടെയും എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. വെളിച്ചം ഇരുട്ടിനെ അകറ്റുന്നത് പോലെ ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ പുതിയ വർഷം തുടങ്ങുന്നത് ഒരു ലാംപ് ലൈറ്റിംഗ് സെറിമണിയോടെയാണ്. ആദ്യത്തെ ലാംപ് ലൈറ്റിംഗ് ജോയ് ആലപ്പാട്. നെക്സ്റ്റ് റോയി ആന്റണി അടുത്ത ലാമ്പ് ലൈറ്റ് ചെയ്യുന്നു. റവറൻ ഫാദർ സ്റ്റീഫൻ, ഡോക്ടർ ആനി പോൾ, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, എല്ലാവരും കൂടെ കത്തിക്ക് അടുത്ത തരും.